ഹൈറ്റും വെയിറ്റും തലയെടുപ്പുമുള്ള ഒരുപാട് നടന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഈ മലയാള സിനിമാ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരുടെ വെയിറ്റാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മൾ മലയാള സിനിമാ താരങ്ങളുടെ 2025 പ്രായം പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇതുപോലെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടാൽ നന്നായിരുന്നു എന്ന്. അതുപ്രകാരമാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മലയാള സിനിമാ താരങ്ങളുടെ വെയിറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതിന് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് കൃഷ്ണശങ്കറാണ്. കൃഷ്ണശങ്കറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 71 കിലോ ആണ്. അടുത്തത് നരേനാണ്. നരേൻ്റെ ഭാരം എന്ന് പറയുന്നത് 62 കിലോ ആണ്. അടുത്തത് വിനീതാണ്. വിനീതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 73 കിലോ ആണ്. അടുത്തത് ജേക്കബ് ഗ്രിഗറിയാണ്. ജേക്കബ് ഗ്രിഗറിയുടെ ഭാരം എന്ന് പറയുന്നത് 72 കിലോ ആണ്. അടുത്തത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 64 കിലോ ആണ്. അടുത്തത് ആൻസൺ പോൾ ആണ്. ആൻസൺ പോളിൻ്റെ ഭാരം എന്ന് പറയുന്നത് 76 കിലോ ആണ്. അടുത്തത് ആൻ്റണി വർഗീസ് ആണ്. ആൻ്റണി വർഗീസിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോ ആണ്. അടുത്തത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗമിൻ്റെ ഭാരം എന്ന് പറയുന്നത് 68 കിലോ ആണ്. അടുത്തത് പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാലിൻ്റെ ഭാരം എന്ന് പറയുന്നത് 72 കിലോ ആണ്. അടുത്തത് റോഷൻ മാത്യു ആണ്. റോഷൻ മാത്യുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 67 കിലോ ആണ്. അടുത്തത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ്റെ ഭാരം എന്ന് പറയുന്നത് 70 കിലോ ആണ്. അടുത്തത് ശ്രീനാഥ് ബാസിയാണ്. ശ്രീനാഥ് ബാസിയുടെ ഭാരം എന്ന് പറയുന്നത് 58 കിലോ ആണ്. അടുത്തത് നീരജ് മാധവാണ്. നീരജ് മാധവൻ്റെ ഭാരം എന്ന് പറയുന്നത് 65 കിലോ ആണ്. അടുത്തത് ബാലു വർഗീസ് ആണ്. ബാലു വർഗീസിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോ ആണ്. അടുത്തത് വിജയ് ബാബു ആണ്. വിജയ് ബാബുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 82 കിലോ ആണ്. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. കലാഭവൻ ഷാജോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് 79 കിലോ ആണ്. അടുത്തത് ബാബുരാജ് ആണ്. ബാബുരാജിൻ്റെ ഭാരം എന്ന് പറയുന്നത് 88 കിലോ ആണ്. അടുത്തത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകൻ്റെ ഭാരം എന്ന് പറയുന്നത് 67 ആണ്. അടുത്തത് ഹരീഷ് പേരാടിയാണ്. ഹരീഷ് പേരാടിയുടെ ഭാരം എന്ന് പറയുന്നത് 84 കിലോ ആണ്. അടുത്തത് മുകേഷ് ആണ്. മുകേഷിൻ്റെ ഭാരം എന്ന് പറയുന്നത് 82 കിലോ ആണ്. അടുത്തത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ്റെ ഭാരം എന്ന് പറയുന്നത് 76 കിലോ ആണ്. അടുത്തത് സിദ്ദീഖ് ആണ്. സിദ്ദീഖിൻ്റെ ഭാരം എന്ന് പറയുന്നത് 69 ആണ്. അടുത്തത് ജയറാം ആണ്. ജയറാമിൻ്റെ ഭാരം എന്ന് പറയുന്നത് 90 കിലോ ആണ്. അടുത്തത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ഭാരം എന്ന് പറയുന്നത് 104 കിലോ ആണ്. അടുത്തത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ ഭാരം എന്ന് പറയുന്നത് 60 കിലോയാണ്. അടുത്തത് ലാലാണ്. ലാലിൻ്റെ ഭാരം എന്ന് പറയുന്നത് 86 കിലോ ആണ്. അടുത്തത് സൈജു കുറുപ്പാണ്. സൈജു കുറുപ്പിൻ്റെ ഭാരം എന്ന് പറയുന്നത് 79 കിലോ ആണ്. അടുത്തത് വിനായകനാണ്. വിനായകൻ്റെ ഭാരം എന്ന് പറയുന്നത് 67 കിലോ ആണ്. അടുത്തത് ചെമ്പൻ വിനോദാണ്. ചെമ്പൻ വിനോദിൻ്റെ ഭാരം എന്ന് പറയുന്നത് 95 കിലോ ആണ്. അടുത്തത് ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ ടോം ചാക്കോവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 68 കിലോ ആണ്. അടുത്തത് അജു വർഗീസ് ആണ്. അജു വർഗീസിൻ്റെ ഭാരം എന്ന് പറയുന്നത് 83 കിലോ ആണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഭാരം എന്ന് പറയുന്നത് 84 കിലോ ആണ്.
അടുത്തത് സണ്ണി വെയിൻ ആണ്. സണ്ണി വെയിൻ്റെ ഭാരം എന്ന് പറയുന്നത് 76 കിലോ ആണ്. അടുത്തത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ്റെ ഭാരം എന്ന് പറയുന്നത് 88 കിലോ ആണ്. അടുത്തത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഭാരം എന്ന് പറയുന്നത് 70 കിലോ ആണ്. അടുത്തത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഇന്ദ്രജിത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 78 കിലോ ആണ്. അടുത്തത് സൗബിൻ ഷാഹിറാണ്. സൗബിൻ ഷാഹിറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 64 കിലോ ആണ്. അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോ ആണ്. അടുത്തത് ജോജു ജോർജ് ആണ്. ജോജു ജോർജിൻ്റെ ഭാരം എന്ന് പറയുന്നത് 108 കിലോ ആണ്. അടുത്തത് ബിജു മേനോനാണ്. ബിജു മേനോൻ്റെ ഭാരം എന്ന് പറയുന്നത് 83 കിലോ ആണ്. അടുത്തത് ദിലീപാണ്. ദിലീപിൻ്റെ ഭാരം എന്ന് പറയുന്നത് 78 കിലോ ആണ്. അടുത്തത് ആസിഫ് അലി ആണ്. ആസിഫ് അലിയുടെ ഭാരം എന്ന് പറയുന്നത് 72 കിലോ ആണ്. അടുത്തത് ജയസൂര്യയാണ്. ജയസൂര്യയുടെ ഭാരം എന്ന് പറയുന്നത് 68 കിലോ ആണ്. അടുത്തത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോ ആണ്. അടുത്തത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഭാരം എന്ന് പറയുന്നത് 92 കിലോ ആണ്. അടുത്തത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോ ആണ്. അടുത്തത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൻ്റെ ഭാരം എന്ന് പറയുന്നത് 62 കിലോ ആണ്. അടുത്തത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ്റെ ഭാരം എന്ന് പറയുന്നത് 69 കിലോ ആണ്. അടുത്തത് പൃഥ്വിരാജ് ആണ്. പൃഥ്വിരാജിൻ്റെ ഭാരം എന്ന് പറയുന്നത് 77 കിലോ ആണ്. അടുത്തത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ഭാരം എന്ന് പറയുന്നത് 83 കിലോ ആണ്. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഭാരം എന്ന് പറയുന്നത് 90 കിലോയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലയാള താരങ്ങളുടെ അല്ലെങ്കിൽ മലയാള സിനിമാ നടന്മാരുടെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫിസിക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ നടൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള രീതിയിലുള്ള റോൾ ചെയ്തിട്ടുള്ള ആ റോള് ഏത് സിനിമയിലാണെന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏത് നടന്മാരാണ് കുറച്ചുകൂടി ഭാരം കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അവരെ കാണാൻ ഭാരം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും മറക്കാതെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ടാറ്റ ബൈ.